ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പക്കാവട നല്ല പെർഫെക്റ്റോടുകൂടി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയായി തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് 250 ml കപ്പിന് 3/4 കപ്പ് അളവിൽ കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ മെഷർമെൻറ്റ് കപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് അളവിനായിട്ട് എടുത്താൽ മതി. ഇനി ആ ഒരു കപ്പിൽ തന്നെ 1/2 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചെറിയൊരു സവാള ആയതിൻ്റെ പേരിലാണ് ഒരെണ്ണം എടുത്തിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ വലിയ സവാളയാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതിയാകും. ഇനി കുറച്ച് ഏറെ തന്നെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് വിനാഗിരിക്ക് പകരം തൈരായിരുന്നാലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 നുള്ള് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഒരുപാടങ്ങ് വെള്ളം ഒഴിച്ചിത് മിക്സ് ചെയ്തെടുക്കരുത്, എങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് നമ്മൾ സ്പൂൺ കൊണ്ട് ഇതുപോലെ കോരിയെടുക്കുന്ന സമയത്ത് ഇതുപോലൊന്ന് വീണ് കിട്ടണം. ഒരുപാടങ്ങ് ലൂസായി പോവുകയും ചെയ്യരുത്, എന്നാൽ ഒരുപാടങ്ങ് കട്ടിയായിട്ടിരിക്കുകയും ചെയ്യരുത്. ആ ഒരു രീതിക്ക് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 നുള്ള് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഒരുപാട് സമയമൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല, 10 മിനിറ്റ് മതിയാകും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു സ്പൂണ് കൊണ്ട് ഇതുപോലൊന്ന് കോരി ഒഴിച്ച് കൊടുക്കാം. കൈകൊണ്ട് ഇടുന്നതിൽ നല്ല പെർഫെക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുപോലെ സ്പൂൺ കൊണ്ട് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇതുപോലൊന്ന് പൊങ്ങി വരും. ഒരു സൈഡൊന്ന് ക്രിസ്പിയായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പലഹാരമാണേ. ഇത് ഇവിടിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. ഇതിപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ് നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്